ഹായ് ഹലോ നമസ്തേ വെൽക്കം ടു 48 ഫ്രെയിംസ് മലയാളം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ADHD കുറിച്ചിട്ടാണ്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. പ്രൈമറിലി സ്കൂളിൽ കുട്ടികൾ പോകാൻ തുടങ്ങുമ്പം പേരൻസിന് വരുന്ന ഒരു വലിയൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ പെർട്ടിക്കുലർ ടോപ്പിക് എന്ന് പറയുന്നത്. ദോ ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു ചിൽഡ്രൻ അലോൺ, അഡൾട്ട്സിൽ ഇത് കണ്ടുവരുന്നുണ്ടെങ്കിലും നോർമലി ആ ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ഐ തോട്ട് ഇറ്റ് ഇസ് ദ റൈറ്റ് ടൈം ടു ഹാവ് എ ഡിസ്കഷൻ വിത്ത് യു ഓൾ അബൌട്ട് ADHD. സോ ADHD എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അതിൽ ടു പ്രൈമറി ബിഹേവിയറൽ പ്രോബ്ലംസ് ആണ് കണ്ടുവരുന്നത്. വൺ ഇസ് റിലേറ്റഡ് ടു ഇൻഅറ്റൻറ്റീവ്നെസ്, പിന്നെ സെക്കൻഡ് വൺ ഇസ് ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി. ഇത് രണ്ടും എഫക്റ്റ് ചെയ്യണമെന്നില്ല, ഇതിൽ ഏതെങ്കിലും ഒന്നായിട്ട് ഇരുന്നാലും ഇറ്റ് വുഡ് ഫോൾ ഇൻ ടു ദ സെയിം കാറ്റഗറി. പക്ഷേ they would be called as ADD if they have just the issue of എന്താണ് ഇൻഅറ്റൻറ്റീവ്നെസ്. ഇൻഅറ്റൻറ്റീവ്നെസ്സിൻ്റെ മാത്രം ഒരു പ്രശ്നമാണെങ്കിൽ അതിനെ നമ്മൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന് പറയും. ബട്ട് ഒരു 10 ആൾക്കാർ എടുക്കുകയാണെങ്കിൽ മോർ ദൻ 3 of them would have issues related to both of them. ഇൻഅറ്റൻറ്റീവ്നെസ്സും ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റിയും സിംറ്റംസ് കാണിക്കുന്ന ആൾക്കാരായിരിക്കും ADHDയിൽ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇൻഅറ്റൻറ്റീവ്നെസ് എന്ന് പറയുമ്പം അവർക്ക് അറ്റൻഷൻ സ്പാൻ കുറവും അതിനെ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റാത്ത ഒരു ഇഷ്യൂ ആണ് കണ്ടുവരുന്നത്. പിന്നെ ഉള്ളത് ഓർഗനൈസ് ചെയ്യേണ്ട ടാസ്ക്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇല്ലെങ്കിൽ കുറച്ച് സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും അവർക്ക് എടുക്കാൻ പറ്റില്ല. അവർ പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങളും മറന്നു പോവും. ആൻഡ് മിസ്റ്റേക്സും വളരെ സില്ലി ആയിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്സ് അവർ ചെയ്യുന്നതായിട്ട് കണ്ടുവരും. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഇറ്റ് ആക്ച്വലി എഫക്ട്സ് ദിയർ സ്കൂൾ വർക്കും അവരുടെ ഗ്രേഡ്സും മാർക്സും ഒക്കെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് പേരൻസ് ഇങ്ങനെ ഒരു ഡൗട്ട്ഫുള്ളായിട്ട് കോൺടാക്റ്റ് ചെയ്യാറുള്ളത്. സോ വെൻ വി കൺസിഡർ ചിൽഡ്രൻ, ഇതൊക്കെ ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയ, എസ്പെഷ്യലി ഇൻഅറ്റൻറ്റീവ്നെസ് കാറ്റഗറി ഓഫ് ബിഹേവിയർ. സെക്കൻഡ് വണ്ണിലോട്ട് പോവുകയാണെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു പ്ലേസിൽ ഇരിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഫിഡ്ജറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർ ആൻസർ ചെയ്യേണ്ടതല്ലെങ്കിലും ജസ്റ്റ് അവരൊന്ന് ബ്ലോട്ട് ഔട്ട് ചെയ്ത് ആൻസർ ചെയ്യും. അവർക്ക് ഇരുന്ന് പേഷ്യൻ്റ്ലി അവരെ ടേണിന് വെയിറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ലെന്ന് തന്നെ പറയാം. ദേ ആർ നോട്ട് ഏബിൾ ടു വെയിറ്റ് ഫോർ ദിയർ ഓപ്പർച്യൂണിറ്റി. ദേ ഡു നോട്ട് ഹാവ് സെൻസ് ഓഫ് ഡേഞ്ചർ. അതിനെക്കുറിച്ചൊന്നും അവർക്കറിയില്ല. ഇതിങ്ങനെ ആൻസർ ചെയ്യുകയാണെങ്കിലും ഇതിങ്ങനെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്താണെന്നിൽ അവർക്ക് ഒരു അതിനെക്കുറിച്ച് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു തിങ്കിങ് ഉണ്ടാവില്ല. സോ ദേ വിൽ ബി മൂവിങ് ഓൾ അറൗണ്ട്. ഒരു പ്ലേസിൽ ഇരിക്കാൻ പറ്റില്ല, വെറുതെ അങ്ങോട്ട് സംസാരിക്കും, ഇല്ലെങ്കിൽ ദേ ജസ്റ്റ് വാണ്ട് ടു കം ഇൻ ബിറ്റ്വീൻ ഓൾ ദ കോൺവെർസേഷൻസ് ദാറ്റ്സ് ഹാപ്പനിങ്. സോ ഇതൊക്കെയാണ് സ്കൂളിൽ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്ന കുറച്ച് സിംറ്റംസ് ദാറ്റ് ഫോൾ ഇൻ ടു ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി. ഇത് പ്രൈമറിലി പേരൻസ് കാണുന്നതോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതോ എപ്പോഴാണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു സ്കോർസ് കമ്മിയായിരിക്കുമ്പോഴും പിന്നെ ഒരു PTA മീറ്റിങ്ങിൻ്റെ സമയത്ത് അറ്റൻഷനെ കുറിച്ചിട്ടും സംസാരത്തിനെ കുറിച്ചിട്ടും പറയുന്ന സമയത്താണ് ഈ ഒരു ആംഗിളിലോട്ട് മോസ്റ്റ് ഓഫ് ദ പേരൻസ് തിങ്ക് ചെയ്യാറുള്ളത്. സ്പെഷ്യലി അവരുടെ ഒരു സില്ലി മിസ്റ്റേക്സിനെ കുറിച്ചിട്ടും ഒരു പ്ലേസിൽ ഇരിക്കാണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ദേ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ഇറ്റ്. സോ ദിസ് ജെന്യുവൻലി എഫക്ട്സ് ദം ടു എ ഗ്രേറ്റ് ഡീൽ വിത്ത് യുവർ സ്കൂൾ വർക്ക്. അപ്പോൾ സ്കൂളിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചിട്ട് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻസ്ട്രക്ഷണൽ ലേണിംഗ് ആണ്. അവർ പറഞ്ഞ രീതിയിൽ നമ്മൾ റിക്രിയേറ്റ് ചെയ്യാനും പിന്നെ ഈ അറ്റൻഷൻ സ്പാൻ വളരെയധികം വേണം. ചില സമയത്ത് നമുക്ക് 1 hour, half an hour ഒക്കെ ഒരേ കാര്യം പറയുന്നതിനെ കേട്ടുകൊണ്ടിരിക്കാൻ ഇവർക്ക് പാടാണ്. സോ ദാറ്റ് ഈസ് വെൻ ദിസ് റൈസസ് അപ്പ് ആൻഡ് parents get to know about it and then they come and seek for help. ഇപ്പോൾ ഇതുപോലെ തന്നെ ആസ് they grow up നമ്മൾ അഡൾട്ട് ADHDയെ കുറിച്ചിട്ട് ഇപ്പം ഒരു പ്രോമിനൻറ്റ് ആക്ടർ ഇതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് ഒരു ഡിസ്കഷൻ ഒരു സീരിയസ് ആയിട്ട് നടക്കുന്നുള്ളൂ. വൈ? ബിക്കോസ് എ ലോട്ട് ഓഫ് റിസർച്ച് ഹാസ് നോട്ട് ബീൻ ഡൺ വിത്ത് റിഗാർഡ് ടു ADHD. ഇത് എപ്പോഴും ഒരു ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ ആയിട്ട് തിങ്ക് ചെയ്തത് കൊണ്ട് ഇറ്റ് വാസ് ഓൾവേസ് ലിമിറ്റഡ് ടു ചൈൽഡ്ഹുഡ് ആൻഡ് മേ ബി ഏർലി അഡോളസൻസ്. പക്ഷേ ഒരു അഡൾട്ടിനെ അത് കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ആസ് യു ഗ്രോ ലൈഫ് എക്സ്പീരിയൻസസും നമ്മുടെ ഒരു കോപ്പിംഗ് മെക്കാനിസം വെച്ചിട്ട്
പല സിംറ്റംസും നമ്മൾ മോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ടാവും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഈ ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിവിറ്റിയും റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയറിനെ ഒരു പരിധി വരയ്ക്കും അത് കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും ബൈ മാസ്കിങ് ഇറ്റ് അപ്പ് വിത്ത് സം അതർ ബിഹേവിയർ. അതിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ ഇന്നറ്റൻറ്റീവ്നെസ്സിലുള്ള കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങൾ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വുഡ് റിമെയിൻ വിത്ത് യു. സോ ഈ അഡൾട്ട്സിൽ കണ്ടുവരുന്ന സിംറ്റംസ് വിൽ ബി സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് യു സീ ഇൻ ചിൽഡ്രൻ. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അഡൾട്ട്സിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് അവർക്ക് ഒരു ലാക്ക് ഓഫ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഓക്കെ, അവർ ഒരു കാര്യത്തിനെ കംപ്ലീറ്റ് ആയിട്ട് അവർ കൺസീവ് ചെയ്യാൻ പറ്റില്ല. ദേ വുഡ് ഹാവ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഇറ്റ്. പിന്നെ ഓർഗനൈസിങ് ഇഷ്യൂസ് ഉണ്ടാവും, ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാവും, പിന്നെ ഫൊഗെറ്റ്ഫുൾനെസ്, ലോട്ട് ഓഫ് എപ്പിസോഡ്സ് ഓഫ് ഫൊഗെറ്റ്ഫുൾനെസ് ഉണ്ടാവും. പിന്നെ ടാസ്ക്സ് ഏതാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ തന്നെ മറ്റൊരു ടാസ്കിനെയും കൂടെ എടുത്തിട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു ഡെലിവർ ഇറ്റ് to completion or best of their ability. So these are the things that you primarily see. അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളതാണ് ഇവരുടെ ഒരു ടെമ്പർ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഇമോഷൻസ്. അവരുടെ presentation of emotions may be a little out of hand. അവർക്ക് ടെമ്പർ ഇഷ്യൂസ് ആർ seen. പിന്നെ ഈ while they tend to take a lot of risk, അതിൻ്റെ സെൻസ് ഓഫ് ഡേഞ്ചർ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ചാടിയെടുത്ത് റിസ്ക് എടുക്കുന്ന ഒരു ബിഹേവിയർ അവരിൽ കാണും. വളരെയധികം ഇംപേഷ്യൻ്റ് ആയിരിക്കും. പിന്നെ ഈ സ്ട്രെസ്സിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷനിൽ തന്നെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം. ഓക്കെ, സോ ദീസ് ആർ ദ സിംറ്റംസ് ദാറ്റ് യു ക്യാൻ ഐഡൻറ്റിഫൈ ഇൻ ആൻ അഡൾട്ട്. ഇപ്പം ഇതിനെ എങ്ങനെയാണ്, ഹൗ ഡു ദേ കം ടു എ കൺക്ലൂഷൻ? എന്തൊക്കെ ടൂൾസ് ആണ് അവർ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, മെയിൻലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദേ വുഡ് ടേക്ക് a case study, obviously the history, the family history. ഇത് എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററിയിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. സോ ദേ വുഡ് ഡെഫിനറ്റ്ലി ടേക്ക് എ കേസ് ഹിസ്റ്ററി ഇൻ അണ്ടർസ്റ്റാൻഡിങ് വെദർ ദർ ഈസ് എ ഹിസ്റ്ററി ഓഫ് ദീസ് കൈൻഡ് ഓഫ് സിംറ്റംസ് വിതിൻ ദ ഫാമിലി. അത് കഴിഞ്ഞതിന് ശേഷം ദർ ആർ വേരിയസ് questionnaires or tools that are being used. A lot of clinicians would be using a lot of different tools which is appropriate. A tools use ചെയ്തിട്ട് do they match in the symptoms എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം സ്പെഷ്യലി ഫോർ എൽഡേഴ്സ്, കുട്ടികൾക്കല്ല, സ്പെഷ്യലി ഫോർ എൽഡേഴ്സ് നമ്മൾ ഫിസിക്കൽ ടെസ്റ്റും കൂടി ചെയ്യേണ്ടി വരും. ബിക്കോസ് ഇറ്റ് ക്യാൻ ഹാവ് സിമിലർ സിംറ്റംസ് ടു തൈറോയിഡ് ഇഷ്യൂസ്. സോ വൺസ് ഓൾ ദീസ് തിങ്സ് ആർ ഡൺ, we would categorize them into whatever issue they have. Along with this, ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ സിമിലർ തന്നെയാണ്. ഒരു ക്ലിനിക്കൽ ഇൻ്റർവ്യൂ എങ്ങനെയാണോ അബൌട്ട് ദ പേഴ്സൺ നമ്മൾ ഹിസ്റ്ററി എടുക്കും, അബൌട്ട് ദ ഫാമിലി ഒരു കേസ് ഹിസ്റ്ററി എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടൂൾസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സ് നമ്മൾ യൂസ് ചെയ്യും, ഡയഗ്നോസ്റ്റിക് ടൂൾസ് യൂസ് ചെയ്യും. അതിലൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വി വിൽ ഓൾസോ ഹാവ് ആൻ ഇൻറ്ററാക്ഷൻ വിത്ത് ദ ടീച്ചേഴ്സ് ആൻഡ് ദ കെയർ ഗീവേഴ്സ് ഹൂഎവർ ഇസ് ദെയർ. അവരുടേതും കൂടി ഒരു ഡീറ്റെയിൽസ് എടുത്ത് കഴിയും. സ്കൂൾ അതോറിറ്റീസുമായിട്ട് ഒരു ഡിസ്കഷൻ നടക്കും. വെൻ ഇറ്റ് ഈസ് ചിൽഡ്രൻ ഐ എം സേയിങ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വെൻ വി ടോക്ക് ടു ദ ചൈൽഡ് ആൻഡ് വി ഹാവ് ഒബ്സർവേഷൻ, ഈ ഒബ്സർവേഷൻ നമ്മൾ ഒബ്വിയസ്ലി അഡൾട്ട്സ് ആയാലും കുട്ടികളായാലും ചെയ്യേണ്ടതാണ്. സോ ആഫ്റ്റർ ഡൂയിങ് ഓൾ ദീസ് തിങ്സ് ഇറ്റ് സെൽഫ് വി വുഡ് അണ്ടർസ്റ്റാൻഡ് ഇഫ് ദേ ആർ ADHD ഓർ നോ. വെറും ഒരു വീഡിയോ ഇതുപോലെ നോക്കിയിട്ട് നിങ്ങൾ ഡോണ്ട് കം ടു എ കൺക്ലൂഷൻ. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ലിനീഷ്യനെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഓൺലി ദെൻ യു ഡിസൈഡ് ഓൺ ദ ഫർദർ കോഴ്സ് ഓഫ് യുവർ ചൈൽഡ്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു സബ്ജക്റ്റ് നോളജിന് വേണ്ടി ഷെയർ ചെയ്തതാണ് ദ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഒരു കോമൺ തിങ് ദാറ്റ് ലോട്ട് ഓഫ് ദം വാണ്ട് ടു നോ ഇസ് എന്തുകൊണ്ടാണ് ഓർ ഹൗ ഡസ് someone get ADHD. See, one primary thing is genetics. Okay, it runs in the gene. Then second ulladu the mother's health condition, whether she was into a good lifestyle, avarude health diet okay engane undayirunnu. If they were into substance abuse, the chances are high. Idokke research based aanu njan parayunnathu. And then another thing is if the child was premature and lower birth weight undayirunna kuttikalil idu kandu varunnuണ്ട്. അതല്ലാതെ വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ if there was brain injury in the womb while the child was in the womb, അതും ഒരു കാരണമാണ്. ഇങ്ങനെ പല പല കാരണങ്ങളുണ്ട്. Based on the child's case history, maybe the clinician can help you understand എന്തുകൊണ്ടാണെന്നുള്ളത്. So these are the causes that we can state for ADHD.
സോ ഇതൊക്കെയായിരുന്നു എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഞാനിത് ഒരു വീഡിയോയിലായിട്ട് പറയാൻ ഒരുപാട് ഇൻഫർമേഷൻ ഉള്ളതാണ്. എനിക്ക് ആവുന്നത്രയും ഇൻഫർമേറ്റീവായിട്ട് ഒരു ഷോർട്ട് സ്പാനിൽ പറയാൻ പറ്റുന്നത്രയും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ഇറ്റ് സെപ്പറേറ്റ്ലി ജസ്റ്റ് ഫോർ ചിൽഡ്രൻ ആൻഡ് ഫോർ അഡൾട്ട്സ്, ഞാനത് ചെയ്യാം. യു ക്യാൻ പുട്ട് ദ കോമെൻറ്റ്സ് ഇൻ ദ കോമെൻറ്റ് സെക്ഷൻ ബിലോ. So thank you so much for joining in. ഇത് ആർക്കെങ്കിലും യൂസ് ആവും തോന്നുന്നുണ്ടെങ്കിൽ please do share this video. If you like more such videos, please do subscribe to the channel, and if you like this video, please do like it. Thank you so much for joining in, and you have a wonderful day.